കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. വാ എനിക്ക് വാ പോവാം. എടോ താൻ എന്ത് നോക്കിക്കോടോ? സാർ മാഡം, താൻ എൻ്റെ ഡ്രൈവറാണോ അതോ വേറെ വല്ലവരുടെയും ജോലിക്കാരനാണോ? സാർ മാഡത്തിൻ്റെ കാല്. വല്ലവരെ സഹായിക്കാനും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനല്ല തനിക്ക് ഞാൻ ശമ്പളം തരുന്നത്. സാർ മാഡം വീണ് കിടക്കുന്ന കണ്ടിട്ട്. അങ്ങനെ പലരും പലയിടത്തും വീണ് കിടക്കും. അവരെ ഒന്നും രക്ഷിക്കലല്ല എൻ്റെ ജോലി. എടാ കുശിനിക്കാരാ, എന്തൊരു ദുഷ്ടനാടോ താൻ. തന്റെ ഭാര്യയല്ലേടോ ഞാൻ. ഇടി ബേക്കറിക്കാരി, നിന്നെ ഞാൻ ശരിയാക്കി തരാം. കാലിന് വലിയ കുഴപ്പമൊന്നും കാണില്ല. ഇതൊക്കെ അവളുടെ അഭിനയമായിരിക്കണം. വേണമെങ്കിൽ വന്ന് വണ്ടി കയറട്ടെ, എന്നാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. ചിലപ്പോ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവായിരിക്കും. താൻ എന്ത് കാഴ്ച കണ്ടു നിൽക്കോടോ? വന്ന് വണ്ടി എടുക്കണോ? സാറേ മാഡം. ഏത് മാഡം? വണ്ടി എടുക്കണോ? വേണമെങ്കിൽ ഒരു ഓട്ടോ പിടിച്ച് പോയിക്കോട്ടെ. ഓ, അത് ഞാൻ നോക്കിക്കോളാം. ഓ ശരി ശരി, നോക്കിക്ക, വണ്ടി എടുക്കണോ? ദുഷ്ടൻ, ഇയാൾ എന്തൊരു ഭർത്താവോ. അർജുൻ, ആ ഖാലിദ് പിന്നെ വിളിച്ചിരുന്നോ? ഇന്നലെ രാത്രി ഞാൻ വിളിച്ചിരുന്നു സാർ. അവരെത്തിയിട്ടില്ല. അവർ വന്നാലുടനെ എന്നെ വിളിക്കാമെന്ന് പറഞ്ഞേ. സത്യത്തിൽ സാർ ഇപ്പോൾ ഇതാണോ ചോദിക്കേണ്ടത്? ജ്യോതി മേഡത്തിൻ്റെ കാല് വൈകുന്ന സാറ് കണ്ടതല്ലേ? എന്നിട്ടും അത് ചോദിക്കാതെ സാറെന്താ ഈ വിഷയം എടുത്തിട്ട്? സത്യത്തിൽ സാറിന് മേഡത്തിനോട് ദേഷ്യമാണോ? ഒന്ന് പരീക്ഷിച്ചാലോ? ഇവനോട് ഇപ്പം എന്തെങ്കിലും ചോദിച്ചില്ലെങ്കിൽ ഇവൻ ജ്യോതിയുടെ കാര്യം ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കും. സാറേ, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്ത് കാര്യം? മേഡത്തിൻ്റെ കാലിന് നല്ല വേദനയുണ്ട്. കാലിനെന്തോ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് നിനക്കെന്താ? കാലിന് എന്തെങ്കിലും പറ്റിയെങ്കിൽ അത് പറ്റിയവര് നോക്കിയോളും. പക്ഷേ സാറിന് നാണക്കേട്. എനിക്കെന്ത് നാണക്കേട്? ജ്യോതി മേഡം സാറിൻ്റെ ഭാര്യയാണെന്ന് നാട്ടിലെല്ലാവർക്കും അറിയാം. അതിന്? സ്വന്തം ഭാര്യയെ വഴിയിൽ ഉപേക്ഷിച്ചു പോയ ദുഷ്ടനാണെന്ന് ആളുകൾ പറയും. മേഡത്തിനോട് ആളുകൾക്ക് സഹതാപം തോന്നുകയും ചെയ്യും. അങ്ങനെ വരുമോ? അങ്ങനെയാണെങ്കിൽ അത് മാറ്റിയേ പറ്റൂ. അത്രയ്ക്ക് സഹതാപം അവരോട് ആളുകൾക്ക് തോന്നണ്ട. അതിനിപ്പോൾ എന്താ ഒരു വഴി? ഒരു വഴിയുണ്ട്. സാറേ. എന്താടോ? നമുക്ക് പോയി മേഡത്തിനെ ഹോസ്പിറ്റലിലാക്കിയാലോ? മേഡത്തോട് നിനക്ക് അത്രയ്ക്ക് സിമ്പതി ആണെങ്കിലേ നീ പോയൊരു ഓട്ടോ വിളിച്ച് ആശുപത്രി കൊണ്ടുപോയിട്ട് വന്നാൽ മതി. ഞാനോ? അതെ, നീ തന്നെ. വേണേ കുറച്ച് ഫ്രൂട്ട്സും കൂടി വാങ്ങിച്ചു കൊടുത്തു. ഇതാ പിടിക്ക്. സിമ്പതി കാണിക്കാൻ നടക്കുന്നു. എന്തായാലും അർജുൻ അവളെ ആശുപത്രി കൊണ്ടുപോകാതിരിക്കില്ല. സാറ് ശരിക്കും ദേഷ്യപ്പെട്ടതാണോ അതോ ദേഷ്യം അഭിനയിച്ചതാണോ? അങ്ങനെ വരട്ടെ. സാറിന് മേഡത്തിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും വയ്യ, കൊണ്ടുപോകാൻ എന്നോട് പറയാനും വയ്യ. എന്നാൽ ഞാൻ കൊണ്ടുപോവുകയും വേണം. അതാ എന്നെ ഇവിടെ ചവിട്ടി ഇറക്കിയത്. എന്തൊരു ബുദ്ധിയത്.
അമ്മേ. ഓ. അയ്യോ. മാഡം, ഹോസ്പിറ്റലിൽ പോവാം. എന്നെ DK സാർ പറഞ്ഞു വിട്ടതാ. എന്താ പറഞ്ഞേ? അതെ മാഡം, ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. പൈസയും തന്നിട്ടുണ്ട്. അപ്പൊ ഹിറ്റ്ലറിന്റെ ഉള്ളിൽ സ്നേഹമുണ്ട്. വിരലിന് ചെറിയൊരു വേദനയുള്ളൂ, അത് കുഴപ്പമില്ല. അർജുൻ പോയിക്കോ. സാരമില്ല മാഡം, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. അല്ലെങ്കിൽ സാറിനെ വഴക്ക് പറയും. ഓ, എന്നിട്ട് എന്തിയേ അർജുന്റെ സാറ് വന്നില്ലല്ലോ? സാറിന്റെ കാര്യം മേഡത്തിന് അറിഞ്ഞൂടെ? ഭയങ്കര വാശിക്കാരനാ. മേഡം വാ. മായച്ചി, ഒന്ന് വേഗം വന്നേ. കിട്ടി മായച്ചി, കിട്ടി. എന്ത് കിട്ടിയെന്ന്? നീ തുള്ളി കളിക്കാതെ കാര്യം പറയും. ആ ഹേമയുടെ വിവരം എല്ലാം കിട്ടി. അവള് താമസിക്കുന്ന സ്ഥലത്തെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് കിട്ടി. കിട്ടിയോ? ആ, അത് കലക്കി. അല്ല, എവിടെയാ അവള് താമസിക്കുന്നേ? ഇപ്പൊ തന്നെ അവളെ പോയി പോക്കാം. ധൃതി പിടിക്കാതെ ചിത്രേ, അവള് കാര്യം പറയട്ടെ. എല്ലാ വിവരവും ഞാൻ പറയാം. കഴക്കൂട്ടത്തിനടുത്ത് പോത്തങ്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് അവർ താമസിക്കുന്നത്. മായിച്ചി, നമുക്കിപ്പൊ തന്നെ പോയാലോ? ഇപ്പൊ പോകാൻ വരട്ടെ. കിട്ടിയ വിവരം കറക്റ്റ് ആണോന്ന് അറിയണം. അല്ല, ആരാ നിന്നെ വിളിച്ച് പറഞ്ഞത്? അർജുൻ ഏർപ്പെടുത്തിയ ആളാ, ഖാലിദ്. ഇന്നലെ DK അർജുനും കൂടി അവരെ അന്വേഷിച്ച് അവിടെ പോയിരുന്നു. എന്നിട്ട് ഇപ്പോഴാണോ നമ്മളോട് പറയുന്നത്? ആ സ്ത്രീ അവിടെ ഇല്ല. അത് മാത്രല്ല, ആ സ്ത്രീ ഇപ്പൊ താമസിക്കുന്നതേ നമ്മുടെ പഴയ മൂർത്തിയില്ലേ, DKയുടെ ശത്രു, അയാൾക്കൊപ്പമാ. അവര് വന്നാൽ ഉടനെ ആ വിവരം നമ്മളെ അറിയിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇത് അന്ന് ചീട്ട് കളിക്കാൻ വന്ന മൂർത്തിയല്ലേ? അതെ, ആ മൂർത്തി തന്നെ. ഇതില് വേറൊരു കുഴപ്പമുണ്ട്. ശ്രദ്ധിച്ചു വേണം ഇക്കാര്യം കൈകാര്യം ചെയ്യാൻ. എന്ത് പ്രശ്നമായിച്ചി? അവര് തിരിച്ചു വന്ന ഖാലിദ് ഇക്കാര്യം ആദ്യം നമ്മളെ അറിയിക്കോ അതോ DK അറിയിക്കോ? അതിപ്പോ DK തന്നെയല്ലേ അറിയിക്കൂ. അത് പാടില്ല. DK അറിയിച്ച DK ഇനിയും കുഴപ്പത്തിൽ ചെന്ന് ചാടും. അതെങ്ങനെ? അറിഞ്ഞാൽ ആ നിമിഷം തന്നെ DK അവിടെ എത്തും. ചിലപ്പോ മൂർത്തിയായിട്ട് അടിയാവുകയും ചെയ്യും. കൂട്ടത്തിൽ അവളെ പൊക്കാൻ ശ്രമിക്കുമ്പോ അവൾ എതിർക്കും. അപ്പൊ എന്തായാലും അവൾക്കും ചിലപ്പോ അടി കിട്ടിയെന്നിരിക്കും. അവളെ മർദ്ദിച്ചെന്നോ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നോ കൊല്ലാൻ ശ്രമിച്ചെന്നോ ഒക്കെ പറഞ്ഞ് DKയുടെ പേരിൽ ഒരു കേസ് കൊടുത്ത് അത് വാർത്തയാക്കും. അത് DKക്ക് ദോഷം ചെയ്യും. വീണ്ടും പത്രത്തിലും ചാനലിലും വാർത്തകൾ വരും. അല്ല മായിച്ചി, അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? എന്നാ പിന്നെ DKയുടെ കൂടെ നമുക്കൂടെ പോയാലോ? യെസ്, അതാണ് വേണ്ടത്. നമുക്കും പോണം. നമ്മൾ പോയി അവളെ അവിടെ നിന്ന് പൊക്കണം. അത് പക്ഷേ DKയുടെ കൂടെയല്ല, നമ്മൾ പെണ്ണുങ്ങൾ മാത്രമായിട്ട് പോണം. കറക്റ്റ് ബേട്ടി, യു ടോക്ക് കറക്റ്റ്. ബേട്ടീസ്, ഇത് നമ്മുടെ പ്ലേ ഗ്രൗണ്ടാ. നമ്മൾ അവളെ പൊക്കണം. നിങ്ങളൊരു കാര്യം ചെയ്യും, ആ ജാവേദിനെ തിരിച്ചു വിളിക്ക്. എന്നിട്ടേ അവര് വന്നാലുടൻ നമ്മളെ വിവരം അറിയിക്കാൻ പറ. അവന് കുറച്ച് ക്യാഷ് കൂടി ഓഫർ ചെയ്തേക്ക്, അവൻ വീഴും. അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? ബേട്ടീസ്, നിങ്ങൾ പറഞ്ഞ സത്യ. ആണുങ്ങൾ പെണ്ണുങ്ങളെ തല്ലിയാലേ അത് വലിയ പീഡന കേസായിരിക്കും. പക്ഷേ നമ്മൾ പെണ്ണുങ്ങൾ അവളെ ചവിട്ടി കൂട്ടിയാൽ അതൊരു തല്ലു കേസ് മാത്രമായിരിക്കും. യു അണ്ടർസ്റ്റാൻഡ്? ഇത് തന്നെയാ ഞങ്ങളും പ്ലാൻ ചെയ്തത്. അത് ശരി. എന്നിട്ട് നീ എന്താ എന്നെ വിളിക്കായിരുന്നേ? ഓഹോ, നീയൊക്കെ എന്നെ ഒഴിവാക്കി തനിച്ച് പോകാനിരിക്കുവായിരുന്നല്ലേ? അമ്മേ, അത് അമ്മയെ കൊണ്ടുപോയാ അമ്മയുടെ ഒറ്റ ചവിട്ടിനാ പെണ്ണ് ചാവും.
പിന്നെ കൊലക്കേസിന് ഞങ്ങൾ സമാധാനം പറയേണ്ടി വരും. ഒന്നെടുത്താ ഒന്ന് ഫ്രീ, അതല്ലേ അമ്മയുടെ പോളിസി. അടിക്ക് ചവിട്ട് ഫ്രീ. ഞങ്ങള് 3 പേരില്ലേ അമ്മേ? ഞങ്ങൾ അവളെ പൊക്കി ഇങ്ങ് കൊണ്ടുവരാം, എന്നിട്ട് അമ്മ തല്ലിക്കോ. ആ, ഈ പ്രായത്തില് റിസ്ക് എടുക്കണോ? അല്ലേ, ആർക്കടി പ്രായമായത് പറയടി. ദേ, ഈ പത്മാവതി അമ്മ ഒന്ന് മനസ്സ് വെച്ചാണ്ടല്ലോ, നീയൊന്നും എന്റെ അടുക്ക് പിടിച്ചിരിക്കത്തില്ല. കാണണോ നിങ്ങൾക്ക്? എന്റെ പൊന്നമ്മേ, അമ്മ ആ പെണ്ണിനെ കണ്ട ഉടനെ അവളെ ചാടി ചവിട്ടും, അടിയും പറ്റിക്കും. അമ്മയുടെ ചവിട്ട് കൊണ്ടെങ്ങാനും അവള് ചത്തുപോയാലേ അമ്മ ജയിലിലാവും. അതാ അമ്മ വരണ്ടെന്ന് പറഞ്ഞത്. ഈ ജയിലൊന്നും അത്ര പുത്തിരി അല്ലടി മക്കളെ. എന്നാലേ ഒരു കാര്യം, ഞാനേ ഓഫർ അങ്ങോട്ട് അവസാനിപ്പിക്കാം. മനസ്സിലായില്ലേ? അടി മാത്രമേ കൊടുക്കുള്ളൂ, ഞാൻ ചവിട്ടത്തില്ല. പോരെ? ഉറപ്പാണോ? ഉറപ്പ്. അല്ല, നോക്കും തന്നെ വിശ്വാസമില്ല. അല്ല, അമ്മ ആയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. അമ്മേ, അമ്മ ഒന്നുകൂടി ഒന്ന് ആലോചിക്കും. അമ്മ വരണോ, ഞങ്ങള് പോയാ പോരെ? അല്ല, നിങ്ങളുടെയൊക്കെ ആഗ്രഹം അതാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം. നിങ്ങള് വരണ്ട, ഞാനേ തനിച്ചു പോക്കോളാം. അമ്മേ, അമ്മേ ഞങ്ങള് കൊണ്ടുപോകാം. ഞങ്ങളുടെ ക്യാപ്റ്റൻ അമ്മ തന്നെ. ആണോ? അല്ല, അമ്മ ഇല്ലാതെ ഞങ്ങൾക്ക് എന്താ ആഘോഷം അല്ലേ മായേച്ചി? അമ്മ വേണം ഞങ്ങളുടെ മുന്നിൽ നിൽക്കാൻ. അച്ചടാ, ഓക്കെ ഓക്കെ ഓക്കെ. എങ്കി ബാഗ് റെഡി ആയിക്കോ. അപ്പോ ഓപ്പറേഷൻ ഹേമ സ്റ്റാർട്ടഡ്. അല്ല, നമ്മൾ അവിടുന്ന് പുറപ്പെട്ട് ഇവിടെ എത്തിയപ്പോ ഇരുട്ടിയോ? ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. എന്റെ പൊന്നമ്മേ, ആ കണ്ണട ഒന്ന് മാറ്റാൻ. ഓ ഓ, അത് ശരിയാ. ആഹാ, ദേ പൊന്നമ്മയല്ല, പത്മാവതി അമ്മ. ആഹാ, ഇപ്പൊ ക്ലിയറായി. കമോൺ ബേട്ടീസ്. വാ വാ, പതുക്കെ പതുക്കെ. ഇത് തന്നെ ആയിരിക്കണം സ്ഥലം. മായേ, ഷുവറാണല്ലോ അല്ലേ? അതെ, അവൾ ഇതിനകത്ത് തന്നെ കാണും. അമ്മേ, അതെ, അവളുടെ കയ്യിൽ ചിലപ്പോ ആയുധങ്ങൾ കാണും. നോ പേടി, ബട്ട് അടി നല്ല നാടൻ അടി കിട്ടിയാലുടൻ സിസ്റ്റർ കട്ടില് ലോക്ക് ചെയ്യണം. താരെ, ശബ്ദം ഉണ്ടാക്കാതെ നീ ഇവിടെ കൂടെ പോയി അവിടെ പോയി നോക്ക്. പതുക്കെ പതുക്കെ പതുക്കെ. മായേ, വാ നടക്ക. ആഹാ, ഒരു വഴിക്ക് പോകുന്നതല്ലേ, തിരിക്കട്ടെ കയ്യില്. അമ്മേ വാ, നീ അവിടെ പോയി നോക്ക്. അമ്മേ, അമ്മ പേടിച്ചോ? ഏയ്, ഞാനൊരു ഡെമോ നോക്കിയതല്ലേ. അവിടെ കിട്ടുമ്പോഴല്ലോ 4 എണ്ണം വെച്ചു കൊടുക്കണം, എന്നിട്ട് സ്പീക്കാവും. ഓക്കെ. ആഹാ.
മനുഷ്യനെ പേടിപ്പിച്ചളഞ്ഞു. വാ നമുക്ക് അങ്ങോട്ട് പോയാലോ? അവിടെ നോക്കാം, വേഗം വാ. അമ്മേ, അവൾ അവിടെയൊന്നും ഇല്ല, അങ്ങോട്ട് നോക്കാം. വാ നോക്കാം. അതൊക്കെ ഇവിടെ ആരുമില്ലല്ലോ. നമുക്കേ മുകളിലൂടെ ഒന്ന് നോക്കാം. വാ. ആരും കാണുന്നില്ലല്ലോ. എന്താ? നല്ല എനർജി ആയിട്ട് കേറി വാ. അവൾ ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. നോക്കാമേ, പോവാം. വാ. താരേച്ചി പേടിയുണ്ടോ? ഏയ്, എന്ത് പേടി? അയ്യോ, ഇനി വന്നേ. അങ്ങനെ ഇപ്പൊ പോണ്ട. അവിടെ നിൽക്ക്. ഇനി വന്നേ. അവിടെ നോക്കട്ടെ. അമ്മേ, അവള് രക്ഷപ്പെട്ടെന്നാ തോന്നുന്നു. അവൾക്ക് എന്തെല്ലാം സംശയം തോന്നിക്കാണും. കയ്യിൽ കിട്ടിയാലേ അവിടെ കോൺസ്റ്റാന്റിനോപ്പിളും തുർക്കി ഞാൻ ശരിയാക്കും. അതെന്ത് സാധന? കണ്ണു മൂക്കും. യു അണ്ടർസ്റ്റാൻഡ്? Lean and mean when I'm on the scene. Jump around now. Jump off again. അമ്മേ, ദാ അവള്. ആഹാ, മൂർത്തി നേരത്തെ എത്തിയോ? ആരും ശബ്ദം ഉണ്ടാക്കരുത്. അകത്ത് വന്നാലുണ്ടല്ലോ എല്ലാരും വളഞ്ഞിട്ട് പിടിച്ചോണം. ഒരു കാരണവശാലും അവൾ രക്ഷപ്പെടരുത്. താരേ, ചിത്രേ, നിങ്ങൾ രണ്ടും അങ്ങോട്ട് വെക്കൂ. മായേ, നീ അങ്ങോട്ട് പോ. ഞാൻ ഇങ്ങോട്ട് പോക്കോളാം. വെക്കോ. മൂർത്തി, മൂർത്തി. ആരാ നിങ്ങള്? ചോദിച്ചു കേട്ടില്ല, ആരാ നിങ്ങള്? ഞങ്ങളെ ഈ ഹണി ട്രാപ്പ് പ്ലാൻ ചെയ്യാൻ വന്നതാ. എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നേ. അന്ന് DK കുരുക്കിയില്ലേ, അത് തന്നെ. നിന്റെ ഹണി ട്രാപ്പ് ഞാൻ മണിമണി പോലെ ഇളക്കി തരാടി. മായേ, നീ എന്റെ മോനെ പീഡനക്കാരിയാ കൊല്ലടി. നീ ഞങ്ങളുടെ DK ഹണി ട്രാപ്പിൽ പെടുത്തു അല്ലേ? നീ എന്റെ മോനെ നിലവിളിക്കടി. നീ എന്റെ മോനെ ചതിക്കുമല്ലടി. നിന്നെ ഞങ്ങൾ പിടിക്കത്തില്ലെന്ന് വിചാരിച്ചോടി. അയ്യോ, നിക്കടി. അമ്മ,